ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാനിന്ന് ഞങ്ങളുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലിരുന്ന് റെഡിയായി തീരാതെ കോളേജ് ബസ്സിലിരുന്ന് റെഡിയാകുന്നത് ഞങ്ങൾ ഡേയ്സ് കോളേജിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഫൈനലി ഞങ്ങൾ കോളേജിലെത്തി. ഈ ക്രിസ്മസും കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണോ ക്രിസ്മസിൻ്റെ വ്ളോഗുമായിട്ട് വരുന്നത് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കുറച്ച് തിരക്കായിപ്പോയി. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. കുറച്ചു മുമ്പ് കണ്ടതാണ് ക്ലാസ്സിൻ്റെ പുറത്തുള്ള വ്യൂ. ഈ തവണ പതിവിൽ നിന്ന് വിപരീതമായി ക്ലാസ് മുഴുവനായിട്ട് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടു. അതുകൊണ്ട് രാവിലെ എല്ലാവരും ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ CS ജൂനിയർ പിള്ളേരുടെ വക കരോളായിരുന്നു. അവരൊരു സ്പീക്കറൊക്കെ ചുമന്നുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ചെന്ന് കരോൾ ഉഷാറാക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ കരോൾ ഗാന മത്സരം നടക്കുമായിരുന്നു. എമിലിറ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നിറങ്ങി. ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിലായിരുന്നു എമിലിറ്റിൻ്റെ ബർത്ത്ഡേ. സോ ഞങ്ങൾ നേരത്തെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഓർത്തു. കൊടുക്കാനുള്ളൊരു സ്ഥലം തപ്പി പോവാണ്. ഇതെപ്പോ അതൊക്കെയുണ്ട്. എല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. സീനിയേഴ്സിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങാറായേ. ഡാൻസും മേളം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബംഗളൂരു മലബാറിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. കുറച്ചു നേരം കൊച്ചു വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ആദ്യത്തെ ഐറ്റം വന്നു. അങ്ങനെ ഐശ്വര്യമായിട്ട് സാലഡിൽ നിന്ന് അംഗം തുടങ്ങി. പിന്നാലെ ഷെസ്വാൻ എഗ് നൂഡിൽസും വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ദം ബിരിയാണിയും ചില്ലി ഗോപിയും ഒക്കെ വന്നു. ലോകവിശേഷമൊക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ കോളേജിലോട്ടാട്ടോ. ഉച്ച കഴിഞ്ഞ് കോൺസേർട്ട് ഉണ്ട്. ഒരു മിറർ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ കോളേജിലോട്ട്. ഇതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.